അതെ, പെൺകുട്ടിയുടെ പീരീഡിനെ പറ്റി ആരോ ഒരാൾ എഴുതിയ ഒരു പോസ്റ്റ് ഞാൻ ഷെയർ ചെയ്തായിരുന്നേ. അപ്പം അതിൻ്റെ ഇടയിൽ ഒരുപാട് ആൾക്കാർ നല്ല കമൻറ്റും ഇട്ടു, ഒരുപാട് ആൾക്കാർ പന്ന കമൻറ്റും ഇട്ടു. കാരണം ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് പബ്ലിക്കായിട്ട് പോസ്റ്റ് ചെയ്യുന്നതെന്ന്. പണ്ടൊക്കെ കാലത്ത് നമ്മൾ ഒരു കാര്യം പറയരുത്, അത് ചെയ്യരുത്, അത് എടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് നമുക്ക് എല്ലാത്തിനും ഒരു മറയുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലത്ത് അതല്ല. ഇപ്പോൾ 8 വയസ്സുള്ള കുഞ്ഞു കുട്ടികൾ പീരീഡ് ആവുന്നുണ്ട്. നമ്മൾ മാതാപിതാക്കൾ നമുക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഇവക്കിപ്പോൾ 8 വയസ്സായതേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് മാതാവ്, അവർ സ്കൂളിൽ പോകുന്നതാണ്. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ, അവർക്ക് ബാഡ് ടച്ച് ചെയ്താൽ ഗുഡ് ടച്ച് ചെയ്താൽ ഒരാൾ വന്ന് അവരുടെ അടുത്ത് എവിടെയെങ്കിലും തൊടുവാണെങ്കിൽ, അതിനിപ്പം ബന്ധുക്കാരായാലും എന്തെങ്കിലും പറയുവാണെങ്കിൽ അവർ വീട്ടിൽ വന്ന് എന്തൊക്കെ പറയണം, ഇൻ കേസ് അവർക്ക് സ്കൂളിൽ നിന്ന് പീരീഡായ അവരതെങ്ങനെ മാനേജ് ചെയ്യണം, അതൊക്കെ കാര്യങ്ങൾ ഒരമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടെന്നേ. ചില ആൾക്കാർ പറയുന്നത് ഇതൊക്കെ വീട്ടിൽ, ഇതൊക്കെ എന്തിനാണ് പബ്ലിക്കായിട്ട് പറയുന്നതെന്ന്. പണ്ടൊക്കെ കാലത്തെ പിള്ളേർക്ക് പീരീഡായാൽ നമ്മൾ ചെറിയ കല്യാണം നടത്തുന്നത് പോലെ എല്ലാവരെയും വിളിച്ചു കൂട്ടി 4 ആളെ ഒക്കെ അറിഞ്ഞ് ഭയങ്കര പാർട്ടി ആയിട്ടായിരുന്നു പണ്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മലയാളികൾ, തമിഴ്നാട്ടുകാരാണ് നിങ്ങൾ പറയുമായിരിക്കും, പക്ഷേ മലയാളികൾ ഇപ്പോഴും അങ്ങനെ പിള്ളേരെ പ്രായമാകുമ്പോൾ എന്ന് വെച്ചാൽ പീരീഡ് ആകുമ്പോൾ ഭയങ്കര ആഘോഷമായിട്ട് നടത്തുന്നുണ്ട്. ഒരു അമ്മയ്ക്ക് ഒരു പെൺകുട്ടി വലുതാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ജനിക്കുമ്പം മുതൽ ഒരമ്മയുടെ ആഗ്രഹമാണ് മക്കളെ വലുതായി കല്യാണം കഴിപ്പിച്ചു കൊടുക്കാമെന്ന്. മക്കൾക്ക് നല്ലത് ഏതാ ചീത്ത ഏതാ, അവർ ആ സമയത്ത് എന്ത് ചെയ്യണം, എങ്ങനെ റിയാക്ട് ചെയ്യണം എന്നൊക്കെ ഒരമ്മ പറഞ്ഞു കൊടുക്കണം. എൻ്റെ ഫിദമോക്ക് 8 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അവൾക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ, അവൾ എന്തൊക്കെ ചെയ്യണം, എങ്ങനെയാണ് ആൾക്കാരുമായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നല്ലത് എന്താണ് ചീത്തയത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കടമയാണ്. അതിന് നാണക്കേട് വിചാരിക്കുക. അല്ലെങ്കിൽ ചില അമ്മമാരുണ്ട്, മക്കൾ 10 വയസ്സായാലും അവർക്ക് എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച്, അവർക്ക് എന്തെങ്കിലും ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മുടെ അടുത്തൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ. അതൊന്നും ഒരു മക്കളോട് പറഞ്ഞു കൊടുത്തിട്ടില്ല. അതൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് മക്കളോട് റിയാക്ട് ചെയ്യുന്നത്. നാളെ ഈ മക്കളോ മറ്റുള്ളവർ പറഞ്ഞു വേണോ അറിയാൻ, അല്ലെങ്കിൽ ഇങ്ങനെ ഫസ്റ്റ് പീരീഡ് ആകുമ്പോൾ കരഞ്ഞു കൂവി ആൾക്കാരെ അറിയിച്ച് പ്രശ്നങ്ങളുണ്ടാക്കി തളർന്നു വീണ്, അതുപോലെ തന്നെ ബാഡ് ടച്ച് ചെയ്താൽ ഗുഡ് ടച്ച് ചെയ്താന്നറിയാതെ അയ്യോ അയാൾ അവിടെ ശരീരത്ത് തൊട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞ് അതിന് ആരടുത്ത് പറയണമെന്ന് പോലും അറിയില്ല. വന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും അടിക്കുമോ, അല്ലെങ്കിൽ വന്ന് പറഞ്ഞാൽ എന്നെ വീട്ടുകാരെന്തെങ്കിലും പറയുമോ എന്നുള്ളൊരു പേടിയുണ്ട്. അത് അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ, സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നത്തിലാക്കപ്പെട്ടാൽ, അല്ലെങ്കിൽ ആരെങ്കിലും പിള്ളേരെന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും വന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഉപ്പാൻ്റെ ഉമ്മാൻ്റെ അടുത്തും വന്ന് പറഞ്ഞാൽ എന്നെ ഉപ്പായും ഉമ്മായും അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചിരിക്കുന്ന കുട്ടികളുണ്ട്. നമ്മുടെ ഒരു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ അവരോട് നമ്മളൊരു മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിന് നാണക്കേട് വിചാരിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. 3 വയസ്സുള്ളൊരു കുഞ്ഞിനെ സ്വന്തം കൊച്ചച്ഛൻ റേപ്പ് ചെയ്ത കഥ നിങ്ങൾ മറന്നുപോയി കാണും അല്ലേ. ഒരമ്മ കുഞ്ഞിനെ കൊന്നത് ഈ 2-3 മാസത്തിന് മുന്നേ ആ ന്യൂസൊക്കെ കഴിഞ്ഞല്ലേ. അത് പൊടിക്കുഞ്ഞാണ്. ആ ഒരു പൊടിക്കുഞ്ഞിനെ റേപ്പ് ചെയ്യാൻ അയാൾക്കൊരു നാണംകേടും തോന്നിയില്ല അല്ലേ. പക്ഷേ 9 വയസ്സായ അല്ലെങ്കിൽ 10 വയസ്സായ ഒരു കുട്ടീനോട് പീരീഡിൻ്റെ കാര്യം നമുക്ക് പറയാൻ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നാണംകേട് അല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടിയുണ്ടോ? നാളെ 9 വയസ്സുള്ളൊരു കുട്ടി ചോര ഒലിപ്പിച്ചിട്ട് വരുമ്പം അവളെ കളിയാക്കുന്ന കളിയാക്കൽ അവളത് ജീവിതത്തിൽ മറക്കത്തില്ല. പക്ഷേ അവൾ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ടീച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൾ ഡയറക്റ്റ് പോയി ടീച്ചറിനോട് പറയും, ടീച്ചറെ എനിക്കിങ്ങനൊരു പ്രശ്നമുണ്ട്, എനിക്കൊരു പാട് മേടിച്ച് തരുമോ ടീച്ചറെ, അല്ലെങ്കിൽ ടീച്ചറിൻ്റെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ എന്നെ ഒരു വണ്ടി വിളിച്ച് വീട്ടിൽ എത്തിക്കുമോ ടീച്ചറെ, അല്ലെങ്കിൽ എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും ഒന്ന് ഫോൺ വിളിച്ച് സ്കൂളിലോട്ട് വരുത്തോ ടീച്ചറെ എന്ന് പറയും. അപ്പോൾ ഓരോ മെസ്സേജുകൾ കാണുമ്പം അതാരോ എഴുതിയ മെസ്സേജാണ്, പക്ഷേ എനിക്ക് അത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തു. അപ്പം നമ്മൾ ആരെന്ത് ചെയ്താലും നല്ലത് നല്ല വശം കാണുക. പണ്ടൊക്കെ കാലത്താണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിക്കുക, എങ്ങനെയാണ് പീരീഡ്, അല്ലെങ്കിൽ ചേച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയായിരുന്നു എന്ന് സ്വന്തം ഭാര്യ ഉണ്ടെങ്കിൽ അവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. അപ്പം മനസ്സിലാവും. ഈ ബാഡ് കമൻറ്റ് ഇടുന്നവർക്കൊക്കെ ഈ പ്രസവത്തെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ഉടനെ ഒരു 100 ക്വസ്റ്റ്യൻ വരും. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, നിങ്ങൾ സ്വയം ചിന്തിക്കുക. എനിക്ക് എൻ്റെ വീട്ടിലൊരു മോളുണ്ട്, എൻ്റെ വീട്ടിലൊരു പെങ്ങളുണ്ട്, അവരുടെ നാളത്തെ അവസ്ഥ എന്താണ്, അവളൊന്നും അറിയാതെ സ്കൂളിൽ പോയി ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ എല്ലാവരും അവളെ നാണം കെടുത്തും. ആ ഒരു നാണക്കേട് ആ കുഞ്ഞ് ജീവിതത്തിൽ മറക്കത്തില്ല. പക്ഷേ അതുകൊണ്ടാണ് എല്ലാവരുടെ അടുത്തും പല കാര്യങ്ങളും എഴുതുന്നത്, ഞങ്ങൾ ഷെയർ ചെയ്ത് തരുന്നത്. ഇഷ്ടമുണ്ടെങ്കിൽ അംഗീകരിക്കുക, കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.